നമസ്കാരം. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വിഷ്ണുജ എന്ന് പറയുന്ന 25 വയസ്സുകാരി തൂങ്ങി മരിച്ചു. ഇതിൻ്റെ പ്രധാന കാരണം ഭർത്തൃ വീട്ടിലുണ്ടായ പീഡനമാണ്. ഇതുപോലെ തന്നെ ഈ മാസം തന്നെ ഒരു 2 ആഴ്ച മുമ്പ് ഷഹാന മുംതാസ് എന്ന് പറയുന്ന ഒരു 19 വയസ്സുള്ള പെൺകുട്ടിയും ഇതുപോലെ ആത്മഹത്യ ചെയ്തു. ഭർത്താവിൻ്റെ അവഹേളനത്തെ തുടർന്നാണ് ആ പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തത്. സ്ത്രീധനത്തിനെക്കുറിച്ചും അവൾക്ക് ജോലിയില്ല, നിറം കുറവാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പീഡനം. സഹിക്കുക വയ്യാതെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പം നിരന്തരമായി കേൾക്കുന്ന വാർത്തകളാണിത്. ഈ വിഷ്ണുജ എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായതാണ്. ഇപ്പോഴാണ് നിറമില്ല, ജോലിയില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ അവന് കുറവായി തോന്നുന്നത്. ഇത്രയും നാളായിട്ട് യാതൊരു പ്രശ്നവും അന്ന് കല്യാണം കഴിക്കാൻ നേരം ആലോചിച്ചപ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ലാതിരുന്നതാണ്. ഇപ്പം 2 വർഷമായപ്പോഴാണ് അവന് സൂക്കേട്. വീട്ടിൽ ഈ പെൺകുട്ടി അറിയിച്ചു. അപ്പോൾ മാതാപിതാക്കൾ അത്ര കാര്യമാക്കി കാണുകയില്ലായിരിക്കും. അല്ലെങ്കിൽ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ തനിക്ക് വീട്ടിൽ വന്നാലും ഒരു സ്ഥാനമുണ്ട്, ഞങ്ങൾ ഒരിക്കലും മാതാപിതാക്കൾക്ക് മക്കൾ ഒരിക്കലും ബാധ്യതയാകുകയില്ല എന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പെൺകുട്ടി ഇങ്ങനെ ഒരു കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടുകയില്ലായിരുന്നു. ഈ വിഷ്ണുജയുടെ ഭർത്താവ് മെഡിക്കൽ കോളേജിൽ നേഴ്സാണ്. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള പയ്യനാണ് ഈ സൈസ് രീതിയിൽ പെരുമാറുന്നത്. അതിന് പിടിച്ച് മാതാപിതാക്കളും സഹോദരിയുമൊക്കെ ഈ ചെറുക്കന് സൈഡായിട്ട് നിന്നുവെന്നാണ് പെണ്ണിൻ്റെ വീട്ടുകാർ പറയുന്നത്. ആ പെൺകുട്ടി ഒരു നിഷ്കളങ്കയാണ്. അവളെ കണ്ടാൽ തന്നെ എനിക്ക് തോന്നിയിട്ട് ആ ചെറുക്കനേക്കാളും നല്ല ഭംഗിയാണ് ആ പെൺകുട്ടിയെ കണ്ടാൽ. ഒരു ചെറിയൊരു പെൺകുട്ടിയെ പാവമായി പോയതുകൊണ്ടായിരുന്നല്ലോ ഇങ്ങനെയുള്ള പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയത്. മാതാപിതാക്കൾ ഒരു 18 വയസ്സാകുമ്പോഴത്തേക്കിന് തങ്ങളുടെ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് പെൺമക്കളെ വേഗം പിടിച്ച് കെട്ടിച്ചു വിടുകയാണ്. അവരുടെ കടമകൾ അതോടെ തീർന്നു എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ഇനിയുള്ള കാലത്ത് ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുത്ത് ഒരു 24 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിന് ഒരു ജോലിയൊക്കെ മേടിച്ചതിന് ശേഷം അവർക്ക് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. ഇങ്ങനെയുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വരികയില്ലായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കാനൊരു വരുമാനം, ഒരു ജോലി ഉണ്ടെങ്കിൽ അവൾക്ക് ധൈര്യമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാമായിരുന്നു. സിംഗിളായിട്ട് ജീവിക്കുന്നതുകൊണ്ട് എന്തുവാണ് കുഴപ്പം? പിന്നീടല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തനിക്ക് കൂട്ടിന് വേണമെന്ന് തോന്നുമ്പോൾ നല്ലൊരു ആലോചനയൊക്കെ വന്ന് കല്യാണം കഴിക്കാം. പക്ഷേ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. ഇപ്പോഴുള്ള മാതാപിതാക്കളെല്ലാം പെൺമക്കളുണ്ടെങ്കിൽ അവരെ വേഗം കെട്ടിച്ചു വിടുക. ആൺമക്കൾ പഠിക്കട്ടെ, ആൺമക്കളാണല്ലോ കൂടെ നിൽക്കുന്നത് തങ്ങളെ നോക്കാനുള്ളത് എന്നൊരു ചിന്ത ആണ് ഉണ്ടാകുന്നത്. അതാണ് ഈ ദുരന്തത്തിലേക്ക് വരുന്നത് തന്നെ. പെൺമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. അവർ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ധൈര്യം തന്നെ ഉണ്ടാകും. ആരെന്ത് പറഞ്ഞാലും സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു വരുമാനമുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ഈ ഭർത്താവ് പറയുമ്പം പോടാ പുല്ലേ എന്ന് പറഞ്ഞ് തനിക്ക് ഇറങ്ങാമായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്ത്രീധനം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് ഭർത്തൃ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയൊക്കെ പീഡനം. സ്ത്രീധനം ചോദിക്കാൻ പറ്റില്ല, അത് കുറ്റമാണെന്നൊക്കെയുള്ള നിയമങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ആളുകൾ സ്ത്രീധനം കൊടുക്കുന്നു. മാതാപിതാക്കൾ തൻ്റെ മകൾ അവിടെ സേഫായിട്ടിരിക്കട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ, ഒരു കുറവും വരരുത് എന്നോർത്ത് പറ്റുന്നതിലധികം അവരെ കൊണ്ട് പറ്റുന്നതിനപ്പുറം സ്ത്രീധനമൊക്കെ കൊടുത്ത് കെട്ടിച്ചു വിടുന്നു. നേരത്തെ നമുക്കറിയാവുന്ന ഒരു കേസാണ് വിസ്മയയുടെ. ഒരുപാട് സ്ത്രീധനമൊക്കെ കൊടുത്ത് ഡോക്ടറാകാൻ പഠിപ്പിച്ചു, കാറ് വരെയും കൊടുത്തു. എന്നിട്ടും അവന് പോരാ. അതിൻ്റെ ഫലമായിട്ട് ആ പെൺകുട്ടി മരണപ്പെടുക തന്നെ ചെയ്തു. ഇപ്പോൾ ഒരുപാട് ന്യൂസുകളാണ് ഇങ്ങനെയുള്ളത് കേൾക്കുന്നത് സ്ത്രീധനത്തെ ചൊല്ലി. ഈ സ്ത്രീധനം എന്നൊരു സമ്പ്രദായം തന്നെ നിർത്തലാക്കണം. പെൺകുട്ടികളുടെ കല്യാണം ആലോചിച്ച് വരുമ്പോൾ ആണുങ്ങൾ അവർ
അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. അല്ലാതെ 1-2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം നിറം കുറവാണ്, ജോലിയില്ല, സ്ത്രീധനം പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പീഡിപ്പിച്ച് ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടുവരുന്ന നടപടികൾ ഒരിക്കലും ശരിയല്ല. തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. അതിലാരും തടസ്സം നിൽക്കുകയില്ല. ആരും ഉന്തി മരം കയറ്റാൻ നിൽക്കുകയില്ല. വീട്ടുകാർ പറഞ്ഞ് അത് ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കൂ അങ്ങനെ പറയുന്നത് ശരിയല്ല. അവനവൻ്റെ ജീവിതമാണ്. ജീവിതാവസാനം വരെ, മരണം വരെ കൂടെ നിൽക്കേണ്ട ആളാണ്. അപ്പോൾ തനിക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്ന ആ കുട്ടിയെ കല്യാണം കഴിക്കുക. അല്ലാതെ വെറുതെ ഒരു പെൺകൊച്ചിൻ്റെയും കൂടെ ജീവിതം കളയാതെ അവരെ നാശത്തിൻ്റെ വക്കിലേക്ക്, ആ കുടുംബത്തിൻ്റെ കണ്ണീര് കാണിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാനാണ് നോക്കേണ്ടത്. ഇതുപോലുള്ള വിഷ്ണുജന്മാർ ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലുള്ള ഭർത്താക്കന്മാരും ഉണ്ടാകാതിരിക്കട്ടെ. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്.